ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം 36-ാം വാക്യം. പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേൽ ഉണ്ടായിരിക്കും. ഈ ഭൂമിയിൽ നിത്യജീവൻ നേടിയെടുക്കണമെങ്കിൽ പുത്രനെ അനുസരിക്കാനായിട്ട് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക. പുത്രനായ ഈശോയെ എന്തിനാണ് പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്? നമ്മയെ രക്ഷിക്കാനായിട്ട്, പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകാനും, ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് കാണിച്ചു തരാനായിട്ട് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവൻ പീഡ സഹിച്ച് കടന്നുപോയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈ ഈശോയെ അനുസരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയല്ലേ. പുത്രനെ നീ അനുസരിക്കണം. പുത്രനെ അനുസരിച്ചാല് അവൻ പറഞ്ഞത് കേട്ട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ നിനക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നിനക്കൊരിക്കലും നിത്യജീവനില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം നിനക്ക് നിത്യജീവൻ നേടിയെടുക്കണമെങ്കിൽ പുത്രൻ ഈ ഭൂമിയിൽ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കണം. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളൊക്കെ വായിച്ചു കേൾക്കുന്നത്, അല്ലെ? ഈശോ ഈ ഭൂമിയിൽ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാ. അതനുസരിച്ച് ജീവിക്കാനായിട്ട് പറയുക. കാരണം അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ സ്വർഗരാജ്യം ദൈവത്തിന്റെ ഒപ്പം എന്നും വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതനുസരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. ഇതനുസരിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ കോപം നിന്റെ മേലുണ്ടായിരിക്കും. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടോ. മനുഷ്യർ കോപിക്കുന്ന പോലെയല്ല, ദൈവത്തിന്റെ കോപം നമ്മൾ ഏറ്റുവാങ്ങിക്കരുത്. തമ്പുരാന്റെ വചനം കേൾക്കാതെ എന്റെ ഇഷ്ടത്തിന് പിന്നാലെ ഞാൻ പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹമല്ല, മറിച്ച് ദൈവത്തിന്റെ കോപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതൊരിക്കലും നമുക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ പഠനത്തിന് അത് കാരണമായിട്ട് തീരും. ദൈവത്തിന്റെ കോപം വാങ്ങിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് ദൈവ സ്നേഹത്തിൽ ജീവിക്കേണ്ടവരാ, നിത്യം അവന്റെ ഒപ്പം വസിക്കേണ്ടവരാ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഈശോ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങള്, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങള് കേൾക്കുവാനായിട്ട്, അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട്, അതേപോലെ ദൈവ കോപത്തിൽ നിന്നകന്ന് അവന്റെ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.